എല്ലാ സുഹൃത്തുക്കൾക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് പെണ്ണുകേസ്. ഫെബിൻ സിദ്ധാർത്ഥിന്റെ സംവിധാനത്തിൽ നിഖില വിമൽ, ഹക്കീം ഷാജഹാൻ, അജു വർഗീസ്, രമേഷ് പിഷാരടി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് പെണ്ണുകേസ്. നാടെങ്ങും വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ റോളിലാണ് നിഖില വിമൽ ഈ ചിത്രത്തിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ആശകൾ 1000. ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് ആശകൾ 1000. ആശ ശരത്, ഇഷാനി കൃഷ്ണ, ഷറഫുദ്ദീൻ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മലയാളം, തമിഴ്, തെലുങ്കു എന്നീ ഭാഷകളിലായിരിക്കും ഈ മൂവിയുടെ OTT റിലീസ് ഉണ്ടാവുക. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ വിഷുവിനോടനുബന്ധിച്ചോ റിലീസ് ഉണ്ടാകുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാളം മൂവി പായ്ക്കപ്പൽ. മുഹമ്മദ് റാഫിയുടെ സംവിധാനത്തിൽ ഇന്ദ്രൻസ്, സുരേഷ് കൃഷ്ണ, സുരഭി ലക്ഷ്മി, മീര വാസുദേവൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഡ്രാമ ഫിലിമാണ് പായ്ക്കപ്പൽ. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ലോക്ക്ഡൗൺ. അനുഭവ പരമേശ്വരൻ, ചാർലി, നിരോഷ, പ്രിയ വെങ്കട്ട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി AR ജയവരാജ് മാരൻ സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ ചിത്രമാണ് ലോക്ക്ഡൗൺ. പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാതാപിതാക്കളോട് തുറന്നു പറയണമെന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. തമിഴിനൊപ്പം തെലുങ്ക് ഭാഷയിലും ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് കറുപ്പ് പൾസർ. കൃഷ്ണമുരളി സംവിധാനം ചെയ്ത് VR ദിനേശ്, രേഷ്മ വെങ്കിടേഷ്, മൻസൂർ അലിഖാൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ, ഫാന്റസി, സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് കറുപ്പ് പൾസർ. നായകന്റെ ജീവിതത്തിലെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ളതാണ് സിനിമയുടെ പ്രമേയം. OTT പ്ലാറ്റ്ഫോമായ ടെൻകോട്ടയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഹിന്ദി ചിത്രമാണ് മർദാനി 3. റാണി മുഖർജി പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ ചിത്രമായ മർദാനി 3യിൽ പോലീസ് ഓഫീസർ ശിവാനി ശിവാജി റോയിയായാണ് റാണി മുഖർജി എത്തുന്നത്. യാഷ് ഫിലിംസ് നിർമ്മിച്ച് അഭിരാജ് മിനാവാല സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് മർദാനി 3. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർച്ച് 27 ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാള മൂവിയാണ് പൊന്നാപുരത്ത് യക്ഷി. SP ഉണ്ണികൃഷ്ണൻ സംവിധാനത്തിൽ ബോബനാലമോടൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് പൊന്നാപുരത്ത് യക്ഷി. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാള മൂവി ശുക്രൻ. ഉബൈനിയുടെ സംവിധാനത്തിൽ ബിബിൻ ജോർജ്, ഷൈം ടോം ചാക്കോർ, ചന്തുനാഥ്, അസീസ് നെടുമങ്ങാട്, സന്തോഷ് കീഴാറ്റൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലറാണ് ശുക്രൻ. കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കൾക്കിടയിൽ രസകരമായ സംഭവങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. 2026 ഫെബ്രുവരി 6 റിലീസ് ചെയ്ത ഈ മൂവി സൺനെക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാള മൂവിയാണ് ഒരു വയനാടൻ പ്രണയകഥ. ജസൂജ് ആന്റണി, ഷൈജൻ ശ്രീവത്സം, അക്ഷയ് സുരേഷ്, ജൂഹി ജയകുമാർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻസ് ഡ്രാമ കോമഡി ഫിലിമാണ് ഒരു വയനാടൻ പ്രണയകഥ. കൗമാരക്കാരുടെ പ്രണയവും അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. 2026 ജനുവരി 16 റിലീസ് ചെയ്ത ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാള മൂവിയാണ് പെണ്ണും പൊറാട്ടും. രാജേഷ് മാധവൻ, റെയ്ന രാധാകൃഷ്ണൻ, സതീഷ് പുളിക്ക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജേഷ് മാധവൻ സംവിധാനം ചെയ്തൊരു ഫാന്റസി കോമഡി മൂവിയാണ് പെണ്ണും പൊറാട്ടും. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാള മൂവിയാണ് അനോമി. ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി റിയാസ് മരാത്ത് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് അനോമി. ഈ ചിത്രത്തിൽ ഭാവനയെ കൂടാതെ റഹ്മാൻ, ബിനു പപ്പു, ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് മാസം 20 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാള മൂവിയാണ് മസ്തിഷ്ക മരണം. രജിഷ വിജയൻ, നിരഞ്ജ് മണിയമ്പിള്ള രാജു, ജഗദീഷ്, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിഷാന്ത് സംവിധാനം ചെയ്തൊരു സയൻസ് ഫിക്ഷൻ കോമഡി ഫിലിമാണ് മസ്തിഷ്ക മരണം. സോണി ലീവ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാള മൂവി ആശാൻ. ഇന്ദ്രൻസിനെ നായകനാക്കി ഗപ്പി, അമ്പിളി എന്നീ സിനിമകളുടെ സംവിധായകൻ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത മൂവിയാണ് ആശാൻ. ഈ ചിത്രത്തിൽ ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച ആശാൻ എന്ന കഥാപാത്രം വലിയ പ്രശംസ പിടിച്ചുപറ്റി. ഇന്ദ്രൻസിന്റെ മികച്ച വേഷങ്ങളൊന്നായാണ് ഈ വേഷം വിലയിരുത്തപ്പെടുന്നത്. ഒരു കോമഡി ഫിലിമായ ആശാൻ ദുൽഖർ സൽമാന്റെ വാഫർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി മാർച്ച് മാസം ലാസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് വെബ് സീരീസ് ആണ് കാട്ടാൻ. M മണികണ്ഠൻ സംവിധാനത്തിൽ വിജയ് സേതുപതി നായകനായി എത്തിയ ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ് കാട്ടാൻ.
തമിഴിന് പുറമെ മലയാളം, തെലുങ്കു, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ 2026 മാർച്ച് 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ബോർഡർ 2. സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു ആക്ഷൻ വാർ മൂവിയാണ് ബോർഡർ 2. ബോർഡർ മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ് ബോർഡർ 2. അനുരാഗ് സിംഗ് സംവിധാനം ചെയ്ത ഈ മൂവിയിൽ സണ്ണി ഡിയോളിനെ കൂടാതെ വരുൺ ധവാൻ, അഹാൻ ഷെട്ടി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രകമ്പനം. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ഗണപതി, സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ, ആമീൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ക്യാമ്പസ് കോമഡി ഹൊറർ മൂവിയാണ് പ്രകമ്പനം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മൂവി ബസൂക്ക. പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മൂവിയാണ് ബസൂക്ക. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത മൂവിയാണ് ബസൂക്ക. ആക്ഷൻ ത്രില്ലർ മൂവിയായ ബസൂക്കയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. എന്നിരുന്നാലും ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം ബസൂക്കയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി.